ഇന്നത്തെ വാർത്താപ്പകൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLA-യുടെ ആരോപണ ചരങ്ങളിൽപ്പെട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് വല്ലാതെ ചൂളിപ്പോയ ദിവസമായിരുന്നു. എന്നാൽ മറ്റൊരു MLA-യുടെ പ്രശ്നവും സർക്കാരിന് കീറാമുട്ടിയാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. M. മുകേഷ് ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റ് നേരിടേണ്ടി വരും. മറ്റുള്ള ആരോപണവിധേയരായ നടന്മാരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. പക്ഷേ അവരുടെ ശ്രമം വിഫലമായാൽ അവർ അറസ്റ്റിനെ നേരിടേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാട് കോടതി നടപടികളൊക്കെ കഴിഞ്ഞ് അന്വേഷണമാകാം. കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം ലഭിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണോ എന്നറിയില്ല. എന്തായാലും കോടതിയിൽ ഇവരുടെ ജാമ്യത്തെ ഈ പ്രോസിക്യൂഷൻ എതിർക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടന്മാർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണ കേസുകളിൽ അതിൻ്റെ ഒന്നാം ഘട്ട അന്വേഷണം പൂർത്തിയായെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഈ പാക്കേജ് അടച്ചിട്ട കോടതി മുറിയിലാണ് മുകേഷിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത്. ജാമ്യാപേക്ഷയെ പോലീസ് എതിർത്തു. വാദം നാളെയും തുടരും. സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെയും ഇടവേള ബാബു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെയും സമീപിച്ചു. ഇരുവർക്കുമെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ വെട്ടിലായ നടന്മാരെല്ലാം മുൻകൂർ ജാമ്യത്തിനായുള്ള നെട്ടോട്ടത്തിലാണ്. വേട്ടക്കാരെ പിടിച്ചുകെട്ടാൻ അന്വേഷണ സംഘവും പിന്നാലെയുണ്ട്. ത്രില്ലർ സിനിമകളെ വെല്ലുന്ന ഫസ്റ്റ് ഹാഫിനാണ് കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. തെളിവുകൾ ശേഖരിക്കാനുള്ള ഓട്ടത്തിലാണ് അന്വേഷണ സംഘം. എറണാകുളം സ്വദേശിയായ നടി നൽകിയ 4 കേസുകളിലും ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ബലാത്സംഗം നടന്നുവെന്ന് ആരോപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിച്ചും അന്വേഷണ സംഘങ്ങൾ തെളിവ് ശേഖരിച്ചു. രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. നമ്മൾ എല്ലാ ടീമും പ്രത്യേക ടീമുകളെല്ലാം അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സാറ്റിസ്ഫാക്ടറി ആയിട്ട് മാക്സിമം തെളിവുകൾ നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൊരു സംശയം വേണ്ട. പഴയ കേസായതുകൊണ്ട് ഒരുപാട് അന്വേഷിക്കേണ്ടതുണ്ട്. കുറേ മൊഴികളും കുറേ സാക്ഷികളും എല്ലാം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കേസ് കോടതിയിലുള്ളതുകൊണ്ട് ഇപ്പം നമുക്കതിന് കോടതിയിൽ എന്ത് പറയുന്നുണ്ട് അനുസരിച്ചായിരിക്കും അടുത്ത് ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ പിടിച്ചുലച്ച പശ്ചാത്തലത്തിൽ ഫെഫ്ക വിശദമായ ചർച്ച ആരംഭിച്ചു. സംഘടനയിലെ വിവിധ യൂണിയനുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച വിശകലന റിപ്പോർട്ട് സർക്കാരിന് കൈമാറാനാണ് തീരുമാനം. ആരോപണങ്ങളോട് പ്രതികരിക്കുകയെന്നത് ആരോപണ വിധേയരുടെ ബാധ്യതയാണെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തീർച്ചയായിട്ടും തുറന്നു പറച്ചിലുകൾക്ക് എപ്പോഴും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അത് തുറന്നിടുന്ന അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ഹബ്ബാണ്. അപ്പോൾ ഇനി നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെയും കേൾക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്കിത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അതിനകത്ത് ഒരു ലീഗൽ പ്രോസസ്സ് ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല എന്നാണ് അവർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ വിവിധ നടിമാരുടെ വെളിപ്പെടുത്തലുകളിലായി പ്രത്യേക അന്വേഷണ സംഘം 17 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എല്ലാ കേസുകളിലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. രണ്ടാം ഘട്ടത്തിലാവും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് വിവരം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസായതിനാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ അന്വേഷണ സംഘം കുറച്ചു വേർക്കും. ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനാകും പ്രധാനമായും ബുദ്ധിമുട്ട് നേരിടുക. പക്ഷേ വെല്ലുവിളികളെല്ലാം മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.